പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബലിയർപ്പണത്തിന് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയമാണ്. ഈ ഒരുക്കം ഗൗരവപൂർവം നമ്മൾ എടുക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം, ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധ ബലിയർപ്പണം ഏറ്റവും അർത്ഥവത്താക്കിയാൽ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും എന്നുള്ളത് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കൃപയുടെ നിറവിൽ പരിശുദ്ധമായ ബലിയർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്കിപ്പോൾ ഹൃദയത്തെ മനസ്സിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. ഇതാ ഇന്നു നിന്റെ ദയാധിക്യമല്ലോ ഉണർത്തുന്നതെന്നെ, അനുഗ്രഹിച്ചാലും ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പ്രഭോ നന്ദിയോടെ പ്രകീർത്തിച്ചിടുന്നേ, നീയാണു നാഥൻ, ഞാൻ നിന്റെ സ്വന്തം. പ്രഭോ നന്ദിയോടെ പ്രകീർത്തിച്ചിടുന്നേ, നീയാണു നാഥൻ, ഞാൻ നിന്റെ സ്വന്തം. സദാ നിന്റെ സത്യം പ്രഘോഷിച്ചു പാടാൻ ഇറങ്ങട്ടെ വേഗം. നീ നയിച്ചാലും ഇറങ്ങട്ടെ വേഗം, നീ നയിച്ചാലും. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. കർത്താവിനെ നമുക്ക് അടുത്ത് കാണാൻ, തൊട്ടനുഭവിക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യം, അതിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്ന കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1324 മുതൽ 27 വരെ വായിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ സഭ നമ്മെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന് വേണ്ട ഉറവ വിശുദ്ധ കുർബാനയിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം, നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ അതിനൊരു ഉറവ നമുക്ക് ആവശ്യമാണ്. ആ ഉറവയാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവും പരമകാഷ്ഠയുമായി വിശുദ്ധ കുർബാനയെ എടുത്തു കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്കറിയാം, ദൈവ വചനത്തിലൂടെ കടന്നു പോകുമ്പോഴും 1 കൊറിന്തോസ് 11-ാം അധ്യായം എടുത്താൽ 1 കൊറിന്തോസ് 11-ാം അധ്യായം, അവിടെ നമ്മൾ കാണുന്നത് വിശുദ്ധ കുർബാന നമുക്ക് സർവ്വരോഗ സംഹാരിയാണ്. നമ്മുടെ ശരീരത്തിന് സൗഖ്യം, നമ്മുടെ മനസ്സിന് ബലം, നമ്മുടെ ആത്മാവിൽ പുതുജീവൻ പകരുന്നതാണ് വിശുദ്ധ കുർബാന എന്നുള്ളത് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കുമ്പോഴാണ് ശരീരത്തിൽ രോഗം വരുന്നത്,
മനസ്സിന് ദൗർബല്യമുണ്ടാകുന്നത്, ആത്മാവിൽ മരണം സംഭവിക്കുന്നത് എന്നത് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യമുള്ളവരായി ജീവിക്കുവാൻ വിശുദ്ധ കുർബാന ആവശ്യമാണ്. ഇന്ന് ഒരുപാട് രോഗാവസ്ഥകളും ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ വന്നിട്ട് വിശുദ്ധ കുർബാന ഭക്ഷിച്ച് വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ ആ ഒരു ശരീരരക്തങ്ങൾ ഔഷധമായി സ്വീകരിച്ച് സൗഖ്യം പ്രാപിക്കുന്ന എത്രയോ വ്യക്തികൾ. പറയുണ്ട് സർവ്വരോഗ സംഹാരിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് വിശുദ്ധ കുർബാന. ഈ ബലിയർപ്പണത്തിന് നമുക്ക് വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷണവും പാനീയമായി ലഭിക്കുന്നതിന് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയമാണ്. ഏതാനും നിമിഷങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം, സ്നേഹത്തോടെ നോക്കാം. ദിവ്യകാരുണ്യനാഥനെ കണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ തുടർന്ന് വരുന്ന ബലിയർപ്പണം നമ്മിൽ ശക്തി പ്രവഹിപ്പിക്കുന്ന ഒരു ബലിയർപ്പണമായിട്ട് മാറും. വിശുദ്ധ കുർബാനയുടെ സൽഫലങ്ങൾ അവിശ്വസനീയമാണ്, അവിസ്മരണീയമാണ്, നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ്. അതിന് വേണ്ടതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ബലിയർപ്പിക്കണം. അതിനുള്ളൊരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ ഹൃദയവികാരങ്ങൾ ഈശോയുടെ മുമ്പിൽ ഇറക്കി വയ്ക്കാം. നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ രഹസ്യ പാപങ്ങളും എൻ്റെ പോരായ്മകളും അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. അല്പസമയം നിശബ്ദതയിൽ ഈശോയെ നോക്കിയിരിക്കാം. നമ്മുടെ ഹൃദയത്തുടിപ്പുകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. കർത്താവ് അത് കണ്ട് സന്തോഷിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുങ്ങി ബലി അർപ്പിച്ചാൽ ആ ബലി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട. തക്കതായ ഒരുക്കത്തോടുകൂടിയുള്ള ബലിയർപ്പണം ദൈവിക ശക്തി നമ്മിലേക്ക് പ്രവഹിക്കുന്നതിനും ആ ശക്തി നമ്മിൽ പ്രകടമാകുന്നതും നമുക്ക് കാണാൻ പറ്റും ഒരുങ്ങി ബലിയർപ്പിച്ചാൽ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം പറയുന്നത് 4 രീതിയിലുള്ള ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ഒന്ന്, റിമോട്ട് പ്രിപ്പറേഷൻ എന്ന് പറയും. അതിന് നല്ലൊരു ഉദാഹരണമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബലിയിൽ നിന്ന്, ഒരു ബലിയർപ്പണത്തിൽ നിന്ന് അടുത്ത ബലിയർപ്പണത്തിലേക്കുള്ള യാത്രയായിരുന്നു അവരുടെ ജീവിതം തന്നെ. ഒരു ബലിയർപ്പണത്തിൽ നിന്നും അടുത്ത ബലിയർപ്പണത്തിലേക്കുള്ള യാത്ര, അതാണ് റിമോട്ട് പ്രിപ്പറേഷൻ. നമ്മളെന്ത് കാര്യം ചെയ്താലും അടുത്ത ബലിയർപ്പണത്തിന് അത് നമ്മെ അയോഗ്യരാക്കരുത് എന്ന് ചിന്തിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. രണ്ടാമത്തെ ഒരു ഒരുക്കം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ. നമ്മൾ ആ ബലിയർപ്പണത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരുക്കം, അതാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, കുർബാന ബലിയർപ്പണം കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂർ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ബലിയർപ്പണത്തിന് മുമ്പുള്ള ആ മണിക്കൂർ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കുമ്പസാരവുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നൊരു കാര്യമുണ്ട്. കുമ്പസാരത്തിന് മുമ്പ് കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ കയറിയിരുന്ന് ഞാൻ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുമ്പസാരം കഴിഞ്ഞാൽ ആ കുമ്പസാരത്തിൽ നടന്ന അത്ഭുതത്തിന് ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ കുമ്പസാരത്തിന് മുമ്പും കുമ്പസാരത്തിന് ശേഷമുള്ള സമയം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ബലിയർപ്പണത്തിന് മുമ്പും ബലിയർപ്പണത്തിന് ശേഷമുള്ള സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. മൂന്നാമതൊരു പ്രിപ്പറേഷനെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നുണ്ട്. അതാണ് പ്രിപ്പറേഷൻ ഡ്യൂറിങ് ദ മാസ്. ബലിയർപ്പണത്തിൻ്റെ സമയത്ത് നാം നടത്തേണ്ട ഒരു പ്രിപ്പറേഷൻ ഡ്യൂറിങ് ദ മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടെങ്കിലും മാറുന്നുണ്ടെങ്കിൽ ആ ശ്രദ്ധ തിരിച്ച് നമ്മൾ ഈശോയിലേക്ക് കൊണ്ടുവരണം. അതാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രിപ്പറേഷൻ, ഒരു ഒരുക്കം. നാലാമത്തേതാണ് കുർബാനയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥന, ബലിയർപ്പണത്തിന് ശേഷമുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക.
വിശുദ്ധ ഫൗസ്റ്റീന പറയുകയുണ്ടായി, കുമ്പസാരം കഴിഞ്ഞാൽ ആ കുമ്പസാരത്തിൽ നടന്ന അത്ഭുതത്തിന് ദൈവത്തിന് ഞാൻ നന്ദി പറയും എന്ന് പറഞ്ഞ പോലെ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ കുറേ സമയമെങ്കിലും നമ്മളിരുന്ന് ആ കുർബാനയിൽ കർത്താവ് നമുക്കായി ചെയ്ത നല്ല കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഏതാനും നിമിഷങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്കൊന്ന് നോക്കാം. നിശബ്ദതയിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും, സമർത്ഥമായി അനുഗ്രഹിക്കും. ദൈവം നമ്മെ ഒരുക്കും. ഇന്നത്തെ ബലിയർപ്പണം വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഏതെല്ലാം വിധത്തിലാണ് ഒരുപക്ഷെ നമ്മൾ പാപത്തിൻ്റെ മാലിന്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്തത്. നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മനസ്സിനെ, മനോഭാവത്തെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം നിശബ്ദതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഒപ്പം നമ്മളൊരു ഗാനം ആലപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി, സൗഖ്യം, സമാധാനം നമ്മളിൽ വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ എൻ്റെ വഴി കാക്കുന്നു, കരുണാമയൻ എന്നിൽ നിത്യം കനിവേകുന്നു. തിരുഹൃദയത്തിൽ ചേർത്തു ചേർത്തവനെന്നെ കൺമണി പോലെ എന്നും കാത്തിടുന്നവൻ. എത്ര മധുരമാണിന്നെൻ്റെ ജീവിതം. ഉള്ളിൽ ഈശോ എന്ന നാമം മാത്രം, ഉള്ളിൽ ഈശോ എന്ന നാമം മാത്രം. ഹൃദയം എന്നും നിന്റെ ചൈതന്യത്താൽ നിറയണം. നാവിൽ എന്നും നിന്റെ സങ്കീർത്തനം വിരിയണം. ഹൃദയം എന്നും നിന്റെ ചൈതന്യത്താൽ നിറയണം. നാവിൽ എന്നും നിന്റെ സങ്കീർത്തനം വിരിയണം. നിന്റെ സ്നേഹപാഠങ്ങളിൽ എന്നുമെന്നും വളരണം. നിന്റെ സ്നേഹപാഠങ്ങളിൽ എന്നുമെന്നും വളരണം. സ്വർഗത്തോളം എന്നിൽ നിന്റെ കൃപ നിറയ്ക്കണം. ഗുരുനാഥൻ ഈശോ എൻ്റെ വഴി കാക്കുന്നു, കരുണാമയൻ എന്നിൽ നിത്യം കനിവേകുന്നു. തിരുഹൃദയത്തിൽ ചേർത്തു ചേർത്തവനെന്നെ കൺമണി പോലെ എന്നും കാത്തിടുന്നവൻ. എത്ര മധുരമാണിന്നെൻ്റെ ജീവിതം. ഉള്ളിൽ ഈശോ എന്ന നാമം മാത്രം, ഉള്ളിൽ ഈശോ എന്ന നാമം മാത്രം. ദിവ്യകാരുണ്യനാഥൻ്റെ ശക്തമായ സാന്നിധ്യത്തിൽ നമ്മൾ വസിക്കുന്ന സമയമാണ്. നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവിക ശക്തിയും ദൈവിക കൃപകളും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും. നമുക്കതിനായി ആഗ്രഹിച്ച് അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അവിടുത്തെ ശക്തമായ സാന്നിധ്യത്തിന് ഞങ്ങളങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധ ബലിയർപ്പണത്തിനായി ഞങ്ങളെ ഒരുക്കുന്ന ഈ സമയം ഞങ്ങളുടെ മേൽ അവിടുന്ന് വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ജീവിതാവസ്ഥകളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്ന ഞങ്ങളുടെ മേൽ കൃപ വർഷിക്കണമേ, കരുണ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഏതാനും നിമിഷങ്ങൾ
നിശബ്ദതയിൽ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കേണ്ടവർക്ക് അപ്രകാരം ചെയ്യാം. ഈശോയിലേക്ക് നോക്കിയിരുന്ന് പ്രാർത്ഥിക്കേണ്ടവർക്ക് അപ്രകാരം ചെയ്യാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. വിശുദ്ധരുടെ മൊഴികൾ നമുക്ക് പ്രചോദനം നൽകട്ടെ. വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധർ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ്, കുർബാന സ്വീകരണം കഴിഞ്ഞുള്ള സമയം നമുക്ക് വളരെ വിലപ്പെട്ട സമയമാണ്. പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം, ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിഞ്ഞുള്ള സമയം. കാരണം ദൈവവും നാമും ഒന്നായി തീർന്നിരിക്കുന്ന സമയം. യോഹന്നാൻ 15:7 പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, ലഭിക്കും. അങ്ങനെ ദൈവവുമായി ഒന്നായിരിക്കുന്ന ആ സമയം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അബോധ്യത്തോടെ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള സമയം നമുക്ക് പ്രാർത്ഥനാപൂർവം ചെലവഴിക്കാൻ കഴിയണം. വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, വിശുദ്ധ കുർബാനയിൽ ഇന്നലെയും ഇന്നും നാളെയും മനോഹരമായി സമ്മേളിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ഇന്നലെയും ഇന്നും നാളെയും മനോഹരമായി സമ്മേളിക്കുന്നു. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഓരോ ബലിയർപ്പണത്തിലും കർത്താവിൻ്റെ കുരിശുമരണം നമ്മൾ അനുസ്മരിക്കുന്നു. ഇന്നലെയിൽ സംഭവിച്ച ആ കുരിശുമരണവുമായി ബന്ധപ്പെടുത്താതെ ബലിയർപ്പിക്കാനാവില്ല. ഇന്നിൻ്റെ ആവശ്യങ്ങൾ, ഇന്ന് നമുക്ക് ആവശ്യമായ കൃപ ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഓരോ ബലിയർപ്പണത്തിലും ഇന്നിൻ്റെ ഒരു പ്രസക്തി അവിടെ വരുന്നുണ്ട്. എനിക്കിന്ന് ദൈവകൃപ ആവശ്യമാണ്. ആ കൃപ ലഭിക്കണമെങ്കിൽ ബലി ഞാൻ യോഗ്യതയോടെ അർപ്പിക്കണം. വീണ്ടും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാവി മഹത്വം അതിൽ പ്രകടമാണ്. വിശുദ്ധ കുർബാന സ്വർഗത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമായിട്ടാണ് വിശുദ്ധരെടുത്ത് കാണിക്കുക. സഭ നമ്മെ പഠിപ്പിക്കുക. സ്വർഗത്തിൻ്റെ മുൻ ആസ്വാദനം, സ്വർഗീയ വിരുന്നിൻ്റെ ഒരു മുൻ ആസ്വാദനം. അങ്ങനെ ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു മഹാസംഭവമാണ് വിശുദ്ധ കുർബാന. ഈ ബോധ്യത്തോടെ വേണം ഓരോ ബലിയിലും നമ്മൾ പങ്കെടുക്കാൻ. ഈ ബലിക്ക് നമ്മെ വളരെയേറെ ഒരുക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അമ്മയോട് ചേർന്നുള്ള ഒരുക്കം, അമ്മയോട് ചേർന്നുള്ള ബലിയർപ്പണം, അതെല്ലാം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും ചേർത്ത് പിടിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിൽ പങ്കുചേരാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ.
ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാം. ദൈവത്തോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാം. നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബലിയർപ്പണത്തിനായി ഏറ്റവും അടുത്ത ഒരുക്കം നമ്മൾ നടത്തുകയാണ്. കർത്താവേ, ബലിയർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായത് വിശുദ്ധിയോടെ ബലിയർപ്പിക്കുക, വിശ്വാസത്തോടെ ബലിയർപ്പിക്കുക, യോഗ്യതയോടെ ബലിയർപ്പിക്കുക, ജീവിതം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ബലിയർപ്പിക്കുക. അതിനെല്ലാം ആവശ്യമായ കൃപ നൽകണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു വചനഭാഗം വിശുദ്ധ ബലിയർപ്പണത്തിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ. ബലിയർപ്പിക്കുമ്പോൾ കർത്താവിനെ, നല്ലവനായ ദൈവത്തെ രുചിച്ചറിയാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകണം. സങ്കീർത്തനം 34 അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനഭാഗം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ശിരസ് നമിക്കാം. ഈ വചനഭാഗം നമുക്ക് നൽകുന്ന വാഗ്ദാനം വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ നിറവേറുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും, നിങ്ങളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, ബലിയർപ്പണത്തിനായി ഒരുങ്ങുന്ന ഈ മക്കളെ അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, ബലിക്കും മുമ്പും ബിമ്പുമെല്ലാം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കും. ബലിയർപ്പണ സമയത്ത് അവിടുന്ന് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആ അനുഗ്രഹമെല്ലാം ഏറ്റുവാങ്ങുവാൻ ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവെ, അവിടുത്തെ കരം ഈ ദാസരുടെ മേൽ ഉയർത്തണമേ. അങ്ങയുടെ പക്കലേക്ക് കരമുയർത്തി അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ഇവരെ വിശുദ്ധീകരിക്കണമേ, വിശ്വാസത്തിൽ വളർത്തണമേ, സ്നേഹത്തിൽ വളർത്തണമേ. ഈ ബലിയുടെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഏറ്റെടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ അവിടുന്ന് ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും അങ്ങ് സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും അഭിഷേകം ചെയ്യുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാ